നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളും വിശ്വാസികളും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ദിവസമാണ് ഇപ്പോഴുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അതിലുണ്ടാകുന്ന തീരുമാനങ്ങൾ അതെന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് വിശ്വാസികൾ ഒന്നടങ്കം. ഹജ്ജ് കാലമായതിനാൽ നിലവിൽ അനുവദിച്ചിരിക്കുന്ന ഹജ്ജ് ക്വാട്ടയിൽ വർധനവുണ്ടാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ് തന്നെയാണത്. എന്തായാലും 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലേക്ക് എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 2:30 മണിക്ക് ശേഷം ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്യും. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തുമെന്നാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്ത്യ സൗദി നയതന്ത്ര പ്രധാന സഹകരണ കൗൺസിൽ യോഗമാണ് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രിക്ക് സൗദി കിരീടാവകാശി അത്തായ വിരുന്ന് നൽകുന്നുണ്ട്. ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ചയും ഇതോടൊപ്പം തന്നെ നടക്കുന്നതായിരിക്കും. സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്ന അഭ്യർത്ഥനയാണ് ഈ ഒരു ചർച്ചയിൽ പ്രധാനമായും ഇന്ത്യ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് എത്തുന്നത്. 3ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനമാണ് ഇത് എന്നതും പ്രത്യേകതയുണ്ട്. നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ ഉൾപ്പെടുന്ന 11 അംഗ ഉന്നതതല സംഘമാണ് ഇന്ന് ജിദ്ദ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു സവിശേഷതയാണ്. 1982 ഏപ്രിലിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു സുപ്രധാന സന്ദർശനത്തിന് ശേഷം 43 വർഷം തികയുമ്പോൾ ഒരു പ്രധാനമന്ത്രി ജിദ്ദ സന്ദർശിക്കാൻ എത്തുന്നത്. ഇതിനു മുമ്പ് 2016ലും 2019ലും മോദി സൗദി തലസ്ഥാനമായിട്ടുള്ള റിയാദ് സന്ദർശിച്ചിരുന്നു. എന്നാൽ സൗദിയുടെ വാണിജ്യ ഹബ്ബായിട്ടുള്ള ജിദ്ദ സന്ദർശിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. സന്ദർശനത്തിൽ ഊർജം, പ്രതിരോധം, വ്യാപാരം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സൗദിയുമായി മോദി സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കുമെന്നുള്ള സൂചന പുറത്തുവന്നിട്ടുണ്ട്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യവസായ ഇടനാഴി പുരോഗതിയും ചർച്ചയായേക്കുമെന്നാണ് വിവരം. ഹജ്ജ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ഉഭയകക്ഷി വിഷയമാണ് എന്നും അതിനാൽ ഇക്കാര്യത്തിലെ ചർച്ച പ്രധാനമാണ് എന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അതുണ്ടാകുമെന്നുമാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കിയിരുന്നത്. സൗദിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപാവസരം വർദ്ധിപ്പിക്കാനും ഈ സന്ദർശനത്തിലൂടെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 2023 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് മോദിയുടെ ഇത്തവണത്തെ സൗദി സന്ദർശനം എന്നാണ് അറിയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് ചർച്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. 3 മാസമായി നിർത്തിവച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരസ്പര താരിഫുകളുടെ വിപത്ത് ഒഴിവാക്കാൻ ഇന്ത്യ ഒരു വ്യാപാര കരാറിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് തിങ്കളാഴ്ചയാണ് ഡൽഹിയിൽ ഇദ്ദേഹം വിമാനം ഇറങ്ങുന്നത്. വാൻസ് പ്രശസ്തമായിട്ടുള്ള സ്വാമിനാരായണൻ അക്ഷരാർത്ഥം ക്ഷേത്രത്തിലും ഈ ഒരു സന്ദർശന വേളയിൽ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യൻ വംശജയായ ഭാര്യ ഉഷ വാൻസിനും 3 കുട്ടികൾക്കും ഒപ്പമായിരുന്നു അദ്ദേഹം ക്ഷേത്രത്തിലെത്തി സന്ദർശനം നടത്തിയത്. വിമാനത്താവളത്തിൽ US ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവായിരുന്നു ഇദ്ദേഹത്തെ സ്വീകരിച്ചത്.